ഹായുടെ മക്കളെ, ശ്രീഭാമ മിസ് ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചാലോ? യെസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് കലകളെ പറ്റിയ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അല്ലേ, നമ്മുടെ ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ. അപ്പൊ എന്താണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ബോഡി മൊത്തം സെല്ലുകളാണ്, കോശങ്ങളുണ്ട് അല്ലെ, കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെല്ലാം കൂടി ചേർന്നാൽ ഉണ്ടാവുന്നതാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നോക്കൂ, ദ സ്കിൻ ഈസ് ദ പാർട്ട് ഓഫ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി ഓഫ് ആനിമൽ. ജന്തുക്കളിൽ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക്. എന്താണ് ത്വക്ക്? അതാ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നതൊക്കെ ത്വക്കാണ് അല്ലെ, നമ്മുടെ സ്കിന്നാണ് ഈ കാണുന്നത് മൊത്തം. അപ്പൊ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ. ഇതെന്ന് പറയുന്നത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. കുറെ കോശങ്ങൾ കൂടിച്ചേർന്ന രീതിയിലാണ് നമ്മുടെ സ്കിന്നിനകത്ത് നിൽക്കുന്നത്. അപ്പൊ ഇവയാണ് ആവരണ കലകൾ അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണ കലകൾ എന്ന് പറയും. കാരണം നമ്മുടെ ബോഡി മൊത്തം ആവരണം ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലെ, നമ്മുടെ ബോഡി മൊത്തം നിൽക്കുന്ന ഒരു സാധനമാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നാഡീകോശങ്ങൾ ചേർന്ന് നാഡീകലകള്, പേശീകോശങ്ങൾ ചേർന്ന് പേശീകലകൾ, ഇങ്ങനെ പല രീതിയിലുള്ള കലകൾ ഉണ്ടാകാറുണ്ട്. പല രീതിയിലുള്ള കോശങ്ങൾ കൂടിച്ചേർന്ന് നിൽക്കാറുണ്ട്. അപ്പൊ നെർവസ് ടിഷ്യൂസ് ആണ് കൂടിച്ചേർന്നെങ്കിൽ നെർവസ് സെല്ലുകൾ ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ നെർവസ് ടിഷ്യൂ ആകാം. അതേപോലെ മസ്കുലർ ടിഷ്യൂസസ് ആവണമെങ്കിൽ മസ്കുലർ സെൽസുകൾ കൂടിച്ചേർന്നതാകാം. അങ്ങനെ നമ്മുടെ ബോഡിക്കകത്ത് പല രീതിയിലുള്ള ടിഷ്യൂസസ് അല്ലെങ്കിൽ കലകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാഡീകോശം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഈ ഒരു സാധനം, ഇതാണ് നാഡീകലകൾ. നമ്മുടെ ബോഡിക്കകത്ത് കംപ്ലീറ്റ് നെർവുകൾ ഉണ്ട് ഇല്ലേ, നമ്മുടെ കയ്യിൽ നോക്കണം, അവിടെ ഞരമ്പുകൾ കാണുന്നില്ലേ, നെർവുകൾ കാണുന്നില്ലേ. അപ്പൊ ഇതുപോലുള്ള കുറെ സാധനങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ നെർവ് ടിഷ്യൂസസ് ഉണ്ടാവുന്നത്, നാഡീ കലകൾ ഉണ്ടാവുന്നത്. അതേപോലെ എപ്പിത്തീലിയൽ ടിഷ്യൂ, നമ്മുടെ സ്കിന്നിന്റെ അവിടെയുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, ആവരണ കലകള്. അതേപോലെ മസ്കുലർ ടിഷ്യൂ, നമുക്ക് ഭയങ്കര മസിൽ വരണം നമ്മൾ പറയാറില്ലേ, ഭയങ്കര മസിൽമാൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ മസിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ പേശി കലകളാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെ ആ മസിൽസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ടിഷ്യൂസസ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് നമുക്ക് കാണാൻ പറ്റുക. പലതരത്തിലുള്ള സെല്ലുകൾ നമ്മുടെ കയ്യിലുണ്ട്. ചീക്ക് സെൽ ഉണ്ട്, ബ്ലഡ് സെൽസുകൾ ഉണ്ട്, അതുപോലെ തന്നെ മസിൽ സെൽസുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ ബോഡിക്കകത്ത് നോക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ കൂടി ചേരുമ്പോഴാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ടിഷ്യൂസസും ഫോം ചെയ്യുന്നത്. സ്റ്റെം സെൽസ്, ബോൺ സെല്ല്, ബ്ലഡ് സെല്ല്, മസില്, സ്കിന്ന്, നെർവ്, അങ്ങനെ ഇഷ്ടം പോലെയാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന കോശങ്ങളുള്ളത്. അതേപോലെ തന്നെ ഈ കോശങ്ങൾ കൂടി ചേർന്ന കലകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും എന്റെ മക്കൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് പഠിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് വജ്ര ബാച്ച്. ഒരുപാട് ഫീച്ചേഴ്സ് വജ്ര ബാച്ചിലുണ്ട്, ലൈക്ക് ക്ലാസ് റെക്കോർഡ്, ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്റെ മക്കൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യണം. അപ്പൊ അടിപൊളിയായിട്ട് അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വജ്ര ബാച്ച് കാണാം. ബൈ.